Welcome Baraka 2K25. റോണിമോനെ, നീ എന്നാടീ കാണിക്കുന്നേ? കുരിശേ കിടക്കുന്ന കർത്താവിനെ നോക്കി പ്രാർത്ഥിച്ചേ. നമുക്ക് വേണ്ടിയല്ലയോ അവിടുന്ന് കുരിശേ മരിച്ചത്? കുരിശ് വരച്ചേ. വിശുദ്ധ കുരിശിന്റെ അടയാളത്താലെ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്ക. ഞങ്ങളുടെ തമ്പുരാനെ, പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. റോണിമോനെ, നീ എന്തായിരുന്നു പള്ളിക്കകത്ത് കാണിച്ചുകൊണ്ടിരുന്നത്? എന്തായിരുന്നു ബൈബിളിൽ അന്വേഷിച്ചുകൊണ്ടിരുന്നേ? അതമ്മാമേ, ഞാൻ ഹോംവർക്ക് തപ്പുമായിരുന്നു. നിന്റെ ഹോംവർക്ക് പള്ളിക്കകത്തെ ബൈബിളിന്റെ അകത്താണോ ഇരിക്കുന്നേ? അവനിന്ന് കാറ്റീസം കഴിഞ്ഞ് വന്നപ്പോ തുടങ്ങിയതാ അമ്മാമേ. ടീച്ചർ എന്തോ ഹോംവർക്ക് കൊടുത്തെന്നും പറഞ്ഞ അന്വേഷണം. ആഹാ, എന്നാ പറ, ബൈബിളിൽ എന്ത് ഹോംവർക്കാ അന്വേഷിച്ചേ? അത് പിന്നെ ഇന്ന് ടീച്ചർ ഞങ്ങൾക്കിട്ടൊരു പണി തന്നതാ. ആണോടാ? എന്നാ പണിയാ ടീച്ചർ തന്നത്? അതില്ലേ അമ്മാമേ, പ്രാർത്ഥനയുടെ ശക്തിയെ കുറിച്ച് ബൈബിളിൽ പറയുന്ന സംഭവങ്ങൾ കണ്ടുപിടിച്ചു ചെല്ലണമെന്ന്. ഏറ്റവും കൂടുതൽ കണ്ടുപിടിക്കുന്നവർക്ക് സമ്മാനമുണ്ട്. അടുത്ത ആഴ്ച കൊണ്ടു ചെല്ലണം. അതാ ഞാൻ തപ്പിക്കൊണ്ടിരുന്നേ. ആഹാ, അത് കൊള്ളാലോ. അതിന് പ്രാർത്ഥനയുടെ ശക്തി തന്നെ വേണമെന്ന്. അതാ അമ്മാമേ, ഈ വർഷത്തെ ഞങ്ങളുടെ മുദ്രാവാക്യം പ്രാർത്ഥനയിൽ വളരാം. ആഹാ, ആന്നോ? അത് കൊള്ളാട്ടോ. റോസ്മോളെ, അപ്പാപ്പനെ ഇങ്ങ് വിളിച്ചേ. കാറും കൊണ്ട് വരാൻ പറ. ആട്ടെ, എന്നിട്ട് കൊച്ചിന് ബൈബിള് തപ്പിയിട്ട് കിട്ടിയോ? ഒന്ന് രണ്ട് സംഭവങ്ങൾ എനിക്ക് അറിയായിരുന്നു, പക്ഷേ ബൈബിളിൽ അതെവിടെ കിടക്കണേന്ന് അറിഞ്ഞുകൂടാ. മോളെ, അപ്പാപ്പനെ വിളിച്ചിട്ട് കിട്ടിയോ? കിട്ടിയമ്മാമേ, ഇപ്പൊ വരാന്ന് പറഞ്ഞു. മോളെ, ഒരു കസേരയും എടുത്തേടാ. ചേച്ചി, നിനക്കറിയാവോടി എന്ത്? പ്രാർത്ഥനയുടെ ശക്തിയെ കുറിച്ച് നമ്മൾ എപ്പോഴും പാടുന്നൊരു പാട്ടില്ലേ? 5 കല്ല് എടുത്തു വെച്ച് പാഞ്ഞു വന്ന ദാവീദ്, ഒറ്റേറുതാ കടക്കുന്ന ഗോലിയാത്ത്. ഈ പാട്ട് അമ്മാമ്മ കേട്ടിട്ടില്ലല്ലോ, ഒന്ന് പാടിക്കേ. അതെല്ലാം ഔട്ട്ഡേറ്റഡാ അമ്മാമേ. അതൊന്നും സാരമില്ലടാ. എന്തായാലും പ്രാർത്ഥനയുടെ ശക്തിയെ പറ്റിയല്ലയോ. മക്കള് പാടിക്കേ. അമ്മാമ്മയെ പോലെ ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ളവരെ ആദ്യം കേൾക്കുന്നതാ. അഞ്ച് കല്ലെടുത്തു വെച്ചു പാഞ്ഞു വന്ന ദാവീദ്, ഒറ്റയേറുതാ കടക്കണ ഗോലിയാത്ത്. 5 കല്ലെടുത്തു വെച്ചു പാഞ്ഞു വന്ന ദാവീദ്, ഒറ്റയേറുതാ കടക്കണ ഗോലിയാത്ത്. എലേലേലേ 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 എലേലേലേ. 5 കല്ലെടുത്തു വെച്ചു പാഞ്ഞു വന്ന ദാവീദ്, ഒറ്റയേറുതാ കടക്കണ ഗോലിയാത്ത്. 5 കല്ലെടുത്തു വച്ചു പാഞ്ഞു വന്ന ദാവീദ്, ഒറ്റയേറുതാ കടക്കണ ഗോലിയാത്ത്. യോശുവയും കൂട്ടുകാരും 7 കാഹളങ്ങൾ കയ്യിലേന്തിയും
യോശുവയും കൂട്ടുകാരും 7 കാഹളങ്ങൾ കയ്യിലേന്തിയും കോട്ട ചുറ്റി നടന്നു. ഹേ 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 7 വട്ടം നടന്നു. ഹോ 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 കോട്ട ചുറ്റി നടന്നു. 7 വട്ടം നടന്നു. 7 വട്ടം ഊതിയപ്പോൾ കോട്ട മതിൽ തകർന്നു. ഏലേലേലേ 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 5 കല്ലെടുത്തു വെച്ച് പാഞ്ഞു വന്ന ദാവീദ് ഒറ്റയേറുത കടക്കണ ഗോലിയാത്ത്. 5 കല്ലെടുത്തു വെച്ച് പാഞ്ഞു വന്ന ദാവീദ് ഒറ്റയേറുത കടക്കണ ഗോലിയാത്ത്. ഏലേലേലേ 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 ഏലേലേലേ. അഞ്ചപ്പം 2 മീനും യേശു വാറ്റിയതു പ്രാർത്ഥിച്ചപ്പോൾ. 5 2 മീനും യേശു വാറ്റിയതു പ്രാർത്ഥിച്ചപ്പോൾ 5000 പേരെ ഹേ 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 തൃപ്തരായി തീർന്നു. ഹോ 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 5000 പേരെ തൃപ്തരായി തീർന്നു. ബാക്കിയൊപ്പം 12 കുട്ടകളിൽ നിറച്ചു. ഏലേലേലേ 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 ഏലേലേലേ. 5 കല്ലെടുത്തു വെച്ചു പാഞ്ഞു വന്ന ദാവീദ് ഒറ്റയേറുത കടക്കണ ഗോലിയാത്ത്. 5 കല്ലെടുത്തു വെച്ചു പാഞ്ഞു വന്ന ദാവീദ് ഒറ്റയേറുത കടക്കണ ഗോലിയാത്ത്. ഏലേലേലേ 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 ഏലേലേലേ. ഓ എന്റെ അന്തോണീസ് പുണ്യാളാ, എന്നാ അർത്ഥമുള്ള പാട്ടായിരുന്നു. പ്രാർത്ഥനയുടെ ശക്തിയെ കുറിച്ച് ബൈബിളിൽ നിന്നേ 3 ഭാഗങ്ങളാ പറഞ്ഞത്. സാമുവേലിന്റെ 1-ാം പുസ്തകത്തിൽ നിന്ന് 17-ാം അധ്യായത്തിലാ ദാവീദിന്റെയും ഗോലിയാത്തിന്റെയും കാര്യം പറയുന്നേ. ജോഷുവയുടെ പുസ്തകത്തിലാണ് ജെറീക്കോ കോട്ട തകരുന്ന കാര്യമുള്ളത്. അമ്മാമ്മക്ക് ബൈബിളൊക്കെ കാണാതറിയോ? എടാ, നമ്മുടെ അപ്പാപ്പനും അമ്മാമ്മയും ബൈബിളിന്റെ കാര്യത്തിൽ പുലിയാ. ഇവരായിരുന്നു കറുകച്ചാൽ പള്ളിയിൽ എപ്പോഴും ലോഗോസ് പരീക്ഷയ്ക്ക് സമ്മാനം മേടിച്ചിരുന്നത്. ആണോ അമ്മാമ്മേ? ഓ അതൊക്കെ ഒരു കാലം. ഇനി പറഞ്ഞിട്ട് എന്തിനാ? നിങ്ങളുടെ അപ്പനും അമ്മയും വിദേശത്ത് പോയേ പിന്നെ എനിക്ക് അടുക്കളയിൽ നിറങ്ങാൻ നേരമുണ്ടോ? എന്റെ പിള്ളേരുടെ വിസ ശരിയാകുന്നത് വരെ അപ്പനും അമ്മയും ഒരു 2 മാസം ഇവിടെ വന്ന് നിന്നാ മതിന്ന് പറഞ്ഞു പോയതാ നിങ്ങളുടെ അമ്മ. വർഷം 2 കഴിഞ്ഞു ഇതുവരെ. ഏഹേ, ഇങ്ങോട്ട് വരട്ടെ അവള്, ശരിയാക്കി കൊടുക്കുന്നുണ്ട് ഞാൻ. എന്റെ മോക്ക് 100 ആയുസാണല്ലോ. കുറ്റം പറഞ്ഞു തീർന്നില്ല, അപ്പോഴേക്ക് വിളിച്ചു. അമ്മയല്ല, അപ്പാപ്പനാ. ആ അപ്പാപ്പ ആണോ? ആ ആ ഞാൻ അമ്മാമ്മയോട് പറയാം. അമ്മാമ്മേ, മറ്റൂര് തൊട്ട് ഭയങ്കര ബ്ലോക്കാണെന്ന്, അതുകൊണ്ട് എത്താൻ സമയമെടുക്കുന്നാ പറഞ്ഞേ. ഓ എന്റെ അന്തോണീസ് പുണ്യാളാ, കാലടിയിലെ ഈ ബ്ലോക്ക് എന്ന് തീരുവോ? ഓ അതൊക്കെ ഞങ്ങളുടെ കറുകച്ചാല് എന്നോ നല്ല വഴിയാ. കണ്ണടച്ച് നടന്നാ പോലും വീടെത്തും. അതൊക്കെ പണ്ട്. ഇപ്പൊ അവിടെയും വഴി മോശാ. ഓ കാലടിയെ കുറ്റം പറഞ്ഞപ്പോ അവക്ക് ഇഷ്ടപ്പെട്ടില്ല. ഒന്ന് പോടി വെണ്ണേ. ഓ നല്ല ബ്ലോക്കാ മക്കളെ, നമുക്കങ്ങ് നടക്കാം. അപ്പാപ്പനെ നോക്കി നിന്നാലേ ഉച്ചക്കത്തെ ഊണ് രാത്രി അത്താഴത്തിന് കഴിക്കേണ്ടി വരും. വഴിക്ക് വണ്ടി കാണുമ്പോ കയറാം. അമ്മാമ്മേ, നമ്മുടെ അടുത്ത് മോശയുടെ വടി ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെ അങ്ങോട്ട് ഉയർത്തി കാണിച്ചാൽ മതിയായിരുന്നു. വണ്ടികളെല്ലാം 2 വശത്തേക്ക് മാറി നമുക്ക് സുഖമായിട്ട് പോവായിരുന്നു. ആ അങ്ങനെ വല്ലതും വേണ്ടി വരും കാലടി കൂടെ നടക്കണമെങ്കിൽ. അതെന്താ ചേച്ചി ഈ മോശയുടെ വടിയുടെ പ്രത്യേകത? എടാ, ഇസ്രായേൽക്കാരെ പിടിക്കാൻ വേണ്ടി ഫറവോ വന്നില്ലേ?
അപ്പോ മോശ വടി ഉയർത്തി ചെങ്കടലിന് മുകളിൽ അങ്ങോട്ട് കാണിച്ചു. ഇപ്പൊ ശ്രദ്ധിച്ചു നടന്നേ, കഥയൊക്കെ വീട്ടിൽ ചെന്നിട്ട്. Stretch out your hand. Then Moses stretched out his hand over the sea, and the Lord caused the sea to go back by a strong east wind all that night. God has no limits, Majesty. So the children of Israel went into the midst of the sea on the dry ground, and the waters were a wall to them on their right and on their left. And the Egyptians pursued. ഓ, ഇസ്രായേൽക്കാരുടെ സന്തോഷം ഒന്ന് ഓർത്തു നോക്കിക്കേ. കടലിന്റെ നടുക്കൂടെ അവരൊരു തുള്ളി പോലും നനയാതെ അപ്പുറത്തെത്തി. പിന്നാലെ വന്ന ഫറവോയും കൂട്ടരും വെള്ളത്തിലും പോയി. സന്തോഷം കൊണ്ട് അവര് തുള്ളി ചാടി നൃത്തം ചെയ്ത് ദൈവത്തെ സ്തുതിച്ചു. ഇതെല്ലാം പുറപ്പാട് 14 അധ്യായത്തിലുണ്ട്. ഓ, എന്റെ അന്തോണി സൂര്യാളാ, പ്രാർത്ഥനയുടെ ഒരു ശക്തിയേ. അത്ഭുതമാം കരം നീട്ടി കടലിനെ പിളർന്നു നീ ശക്തനാം ദൈവമേ, ഞങ്ങളെ കാത്തവൻ. സ്തുതി പാടി ഞങ്ങൾ നിൻ നാമം വാഴ്ത്തുന്നു. മോചിതരായിക നൃത്തമാടിയിടുന്നു. ഫറവോൻ തൻ സൈന്യം പിന്നാലെ പാഞ്ഞപ്പോൾ നാശത്തിൻ വീതിയിൽ ഞങ്ങൾ നിലവിളിച്ചു. പാതകളടഞ്ഞു മുമ്പിൽ കടൽ തിര, നിൻമൊഴി കേട്ടപ്പോൾ മാറി നിൻ ശക്തിയാൽ. മോശതൻ കയ്യിലെ കോലിനാങ്ങിക്കിയോൻ കടലൊരു വഴിയായി മണൽ വിരിച്ചതുപോൽ. ഒരു തുള്ളി വെള്ളവും ഞങ്ങളെ തൊട്ടില്ല. നിൻ ചിറകിൻ കീഴിൽ സുരക്ഷിതരായി ഞങ്ങൾ. പിന്നാലെ വന്നവർ വിമ്പിളക്കിടവേ തിരകൾ മടങ്ങി നീതി നിൻ കൈകളിൽ. കേൾക്കളും കൂതിരയും വീഴുന്ന ശബ്ദവും നിൻ മാത്രം കണ്ടു ഞങ്ങൾ അത്ഭുതപ്പെട്ടു. ദാസരായി അലഞ്ഞോർ സ്വതന്ത്രരായിതാ, നിൻ വാഗ്ദത്തം ഞങ്ങളിൽ നിവർത്തിച്ചോ നീ. നന്ദിയായിളയും ഈ ഹൃദയങ്ങളാൽ ആരാധനയോടെ ഞങ്ങൾ വണങ്ങുന്നു. അത്ഭുതമാം കരം നീട്ടി കടലിനെ പിളർന്നു നീ ശക്തനാം ദൈവമേ, ഞങ്ങളെ കാത്തവൻ. സ്തുതി പാടി ഞങ്ങൾ നിൻ നാമം വാഴ്ത്തുന്നു. മോചിതരായിക നൃത്തമാടിയിടുന്നു. അത്ഭുതമാം കരം നീട്ടി കടലിനെ പിളർന്നു നീ ശക്തനാം
നൃത്തമാടിയിടുന്നു. ദേശത്തിൻ ദൂതുമായി പറവോൻ തൻ സൈന്യം പിന്നാലെ വന്നപ്പോൾ അലറി വിളിച്ചു ഭയന്നു പോയി നാം കൈകൾ വിരിച്ചു മോശെ തൻ പ്രാർത്ഥന കരളൊരു വിയാചിച്ചു കാവലിനായി കടലല രണ്ടായി പിളർന്നു മാറി പുതിയൊരു പാത തുറന്നു ദൈവം മണ്ണിന്റെ മാറി പുതു വെളിച്ചം അത്ഭുതം എന്തൊരു കാഴ്ചയായി അക്കരെ അക്കരെ തീരം കടന്നവർ അത്ഭുതം പിന്നാലെ പോയവർ സ്തുതി പാടുവിൻ മോചനമെത്തിയോ കുതിരപ്പടയും മാത്തലച്ച് നിമിഷാത്തം പോരാടി കടലിൽ മുങ്ങി പറവോൻ തൻ ഗർവോടുങ്ങി തീർന്നു അടിമത ചങ്ങല പൊട്ടിത്തെറിച്ചു സ്വാതന്ത്ര്യം ഇസ്രായേൽ ജനമേ ദൈവത്തിൻ കരങ്ങളാൽ ഇതെടുക്കപ്പെട്ടോർ യുഗങ്ങൾ താണ്ടിടും കീർത്തി കേളങ്ങൾ മോശതൻ ഗാനം പാടിടും ലോകം അന്ധകാരത്തെ നീക്കി വെളിച്ചം സത്യത്തിൻ പാതയിൽ മുന്നോട്ട് അത് അക്കരെ അക്കരെ തീരം കടന്നവർ അത്ഭുതം കടന്നവർ നിന്ദിക്കയറിയോ അഗ്നിതൻ തൂണിനു പിന്നാലെ പോയവർ സ്തുതി പാടുവിൻ മോചനമെത്തിയോ ഹല്ലേലൂയ സ്തുതി പാടുവിൻ മോചനമെത്തിയോ മോചനമെത്തിയോ അപ്പാപ്പ ഞാനൊരു കാര്യം ചോദിക്കട്ടെ? അമ്മാമ്മ പറഞ്ഞു അപ്പാപ്പനോട് ചോദിക്കാൻ. അല്ലേലും കുഞ്ഞ് സംശയമൊക്കെ അപ്പാപ്പനോട് ചോദിച്ചാ മതി. പറഞ്ഞു തരാൻ അമ്മാവയ്ക്ക് വല്ലതും അറിഞ്ഞിട്ട് വേണ്ടായോ? ഓ പിന്നെ നിങ്ങൾക്കാണല്ലോ എല്ലാം അറിയാവുന്നത്. ദേ എന്നെ കൊണ്ടൊന്നും പറയിക്കണ്ട. വൈകുന്നേരം ആ കൊച്ചിനെ ഇരുത്തി ഹോംവർക്ക് ചെയ്യിക്കാൻ ഞാൻ പെടുന്ന പാട്. അടുക്കളയിലാണെങ്കിലും ചെവി ഇവിടെയാ. അട്ടെ, എന്തായിരുന്നു മോന്റെ സംശയം? അപ്പാപ്പ നമ്മൾ എവിടെയിരുന്ന് പ്രാർത്ഥിച്ചാലും ദൈവം കേൾക്കോ? പിന്നെന്താ, ദൈവം സർവശക്തനല്ലേ, സർവവ്യാപിയും. നമ്മൾ മനസ്സിൽ പറയുന്നത് വരെ ദൈവത്തിന് കേൾക്കാം. അപ്പാപ്പ നമ്മൾ ബാത്റൂമിൽ ഇരുന്ന് പ്രാർത്ഥിച്ചാലും ദൈവം കേൾക്കുമോ? പിന്നെന്താ, ദൈവം കേൾക്കും. അപ്പാപ്പ പിന്നെ നമ്മൾ എന്തിനാ പള്ളി പോകുന്നേ? ഇവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചാ പോരെ? ഏട്ടാ മിടുക്ക, നീ ആള് കൊള്ളാലോ. എന്നാൽ അപ്പാപ്പന് ഒരു കാര്യം ചോദിക്കാം, കുഞ്ഞു ഉത്തരം പറ. നമ്മൾ ടോയ്ലറ്റിൽ ഇരുന്ന് ഭക്ഷണം കഴിക്കാറുണ്ടോ? അയ്യേ ഇല്ല. ദേ, ഈ പുറത്തെ വരാന്തായി കിടന്നുറങ്ങിയാലും മതിയല്ലോ. പിന്നെ എന്തിനാ ബെഡ്റൂമിൽ പോയി കിടക്കുന്നേ? അത് പിന്നെ ബെഡ്റൂമിൽ കിടന്നാലേ നന്നായി ഉറങ്ങാൻ പറ്റൂ. അത് കറക്റ്റ്. ആ, അങ്ങനെ ഓരോന്നിനും ഓരോ സ്ഥലം നിശ്ചയിച്ചിട്ടുണ്ട്. അല്ലാത്ത സ്ഥലത്ത് അത് ചെയ്യാം. പക്ഷേ നിശ്ചയിക്കപ്പെട്ട സ്ഥലത്ത് ചെയ്യുമ്പോൾ ഒന്നുകൂടി ശ്രദ്ധ കിട്ടും, നന്നായി ചെയ്യാനും പറ്റും. അതുപോലെ തന്നെയാ പള്ളിയിൽ പോയി പ്രാർത്ഥിക്കുന്നതും. മാത്രമല്ല, നമ്മൾ ടോയ്ലറ്റിൽ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്നത് ദൈവത്തിന് നമ്മോടുള്ള സ്നേഹമാണ് കാണിക്കുന്നത്. തമ്പുരാനോട് പ്രാർത്ഥിക്കാൻ നമ്മൾ പള്ളി ചെല്ലുമ്പോൾ നമുക്ക് ദൈവത്തോടുള്ള സ്നേഹം നമ്മൾ കാണിക്കുക. അങ്ങനെയാണെങ്കിൽ റോണിമോൻ പറ, നമ്മൾ പള്ളിയിൽ പോണോ വേണ്ടയോ? പോണം. എനിക്കെന്റെ ഈശോയെ ഒത്തിരി ഇഷ്ടാ. മിടുക്കൻ. ഇനി അപ്പാപ്പൻ വേറൊരു കാര്യം ചോദിക്കട്ടെ. തിമിംഗലത്തിന്റെ വയറ്റിൽ കിടന്നു പ്രാർത്ഥിച്ചപ്പോൾ ദൈവം രക്ഷിച്ച ഒരാളെ കുഞ്ഞിനറിയാവോ? ആ,
അറിയായിരുന്നു. ആ കഥ ഞാൻ കേട്ടിട്ടുണ്ടല്ലോ. എന്തായിരുന്നു? അതാണ് യോനാ പ്രവാചകൻ. അതന്നെ യോനാ പ്രവാചകൻ. ആ പണ്ട് 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 തർസീസ് കടലിൽ ഉണ്ടായിരുന്നു വമ്പനാമൊരു തിമിംഗലം. പണ്ട് 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 തർസീസ് കടലിൽ ഉണ്ടായിരുന്നു വമ്പനാമൊരു തിമിംഗലം. കടലിളക്കി അലറി നീന്തിടുന്ന വമ്പനെ ഭയന്നിരുന്നു കടലിൽ വാണിരുന്ന ജീവികൾ. കടലിളക്കി അലറി നീന്തിടുന്ന വമ്പനെ ഭയന്നിരുന്നു കടലിൽ വാണിരുന്ന ജീവികൾ. പണ്ട് 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 തർസീസ് കടലിൽ ഉണ്ടായിരുന്നു വമ്പനാമൊരു തിമിംഗലം. അന്നൊരിക്കൽ ദൈവവാക്കു ധിക്കരിച്ചൊരാൾ കപ്പലേറി സഞ്ചരിച്ചു തർസീസ് കടലിൽ. അന്നൊരിക്കൽ ദൈവവാക്കു ധിക്കരിച്ചൊരാൾ കപ്പലേറി സഞ്ചരിച്ചു തർസീസ് കടലിൽ. കാറ്റടിച്ചു കടലിരമ്പി ശാപ കാരണം ദൈവവാക്കു ധിക്കരിച്ച യോന എന്നയാൾ. കാറ്റടിച്ചു കടലിരമ്പി ശാപ കാരണം ദൈവവാക്കു ധിക്കരിച്ച യോന എന്നയാൾ. തിരിച്ചറിഞ്ഞു യോനയെ എടുത്തെറിഞ്ഞവർ, തിരിച്ചറിഞ്ഞു യോനയെ എടുത്തെറിഞ്ഞവർ. പണ്ട് 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 തർസീസ് കടലിൽ ഉണ്ടായിരുന്നു വമ്പനാമൊരു തിമിംഗലം. കടലിൽ വീണ ഇരയെ തിന്നുവാൻ തിമിംഗലം കുതിച്ചു പാഞ്ഞടുത്തുടൻ വിഴുങ്ങി യോനയെ. കടലിൽ വീണ ഇരയെ തിന്നുവാൻ തിമിംഗലം കുതിച്ചു പാഞ്ഞടുത്തുടൻ വിഴുങ്ങി യോനയെ. 3 നാൾ വയറ്റിനുള്ളിൽ പാർത്ത യോനയെ പുറന്തള്ളി തിമിംഗലം നിനവെ തീരത്ത്. 3 നാൾ വയറ്റിനുള്ളിൽ പാർത്ത യോനയെ പുറന്തള്ളി തിമിംഗലം നിനവെ തീരത്ത്. ദൈവമാഗ്രഹിച്ച നാട്ടിയോനയെത്തിയേ, ദൈവമാഗ്രഹിച്ച നാട്ടിയോനയെത്തിയേ. പണ്ട് 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 തർസീസ് കടലിൽ ഉണ്ടായിരുന്നു വമ്പനാമൊരു തിമിംഗലം. പണ്ട് 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 തർസീസ് കടലിൽ ഉണ്ടായിരുന്നു വമ്പനാമൊരു തിമിംഗലം. കടലിളക്കി അലറി നീന്തിടുന്ന വമ്പനെ ഭയന്നിരുന്നു കടലിൽ വാണിരുന്ന ജീവികൾ. കടലിളക്കി അലറി നീന്തിടുന്ന വമ്പനെ ഭയന്നിരുന്നു കടലിൽ വാണിരുന്ന ജീവികൾ. പണ്ട് 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 തർസീസ് കടലിൽ ഉണ്ടായിരുന്നു വമ്പനാമൊരു തിമിംഗലം. എന്നാ ചൂടാ, പുറത്തിറങ്ങാൻ മേല. റോസ് മോളെ, കുറച്ച് വെള്ളം എടുത്തേ. എന്നാടി ബീനാമേ, നീ കരയാണോ? കൊച്ചെന്തിയേ? റോസ് മോളെ, കൊച്ചെന്തിയേ? അവനകത്തുണ്ട പാപ്പാ, പിണങ്ങി കിടക്കുവാ. അവനെ അമ്മാമ്മയോട് വഴക്കുണ്ടാക്കി. എന്നാത്തിന്? അവനിപ്പോൾ പാസ്ത വേണോന്ന്. എന്തോന്ന്? അപ്പാപ്പാ, നമ്മള് ഹോട്ടലിലൊക്കെ പോകുമ്പോ തിന്നുന്ന പാസ്ത ഇല്ലേ, പാസ്ത, അത് വേണോന്ന് പറഞ്ഞു. അവന്റെ കൂട്ടുകാരൻ ഇന്ന് ക്ലാസ്സിൽ ലഞ്ചിന് പാസ്ത കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അവനും വേണോന്ന് പറഞ്ഞു. അമ്മാമ്മയ്ക്കാണെങ്കി അത് ഉണ്ടാക്കാൻ അറിയത്തില്ല.
ഇന്നിപ്പോ ഇലയുടെ കഴിക്കാൻ പറഞ്ഞപ്പോ വഴക്കായി. അവൻ അവന്റെ അമ്മയുടെ അടുത്ത് പോയാ മതിന്ന്. അവൻ എന്നെ ഇഷ്ടമില്ലെന്ന്. മോള് ചെന്ന് അവനെ ഇങ്ങോട്ട് വിളിച്ചോണ്ട് വന്നേ, ഞാൻ ചോദിക്കട്ടെ. ആ എടി ബീനാമേ, നീ പിള്ളേരെക്കാളും കഷ്ടായല്ലോ. അവര് കുഞ്ഞുങ്ങളല്ലേടി. കേട്ടപ്പോ അങ്ങ് ചങ്ക് തകർന്നു പോയി ചായ. നമ്മൾ ആർക്ക് വേണ്ടിയാ ഈ കഷ്ടപ്പെടുന്നേ? ഈ മുട്ടുവേദനയും നടുവേദനയും ഒക്കെ വെച്ച് ഞാൻ ഇതെല്ലാം വെച്ചുണ്ടാക്കുന്നത് ഇവർക്ക് വേണ്ടിയല്ലയോ? നമ്മുടെ കറുകച്ചാലിലെ വീടും സ്ഥലവും എല്ലാം ഉപേക്ഷിച്ച് ഈ വയസ്സാകാലത്ത് നമ്മൾ ഇവിടെ വന്നു കിടക്കുന്നത് ആർക്കു വേണ്ടിയാ? ഇവർക്ക് വേണ്ടിയല്ലയോ? ഓ എന്റെ അന്തോനി സൂണ്യാള, നീ ഇത് വല്ലതും കാണുന്നുണ്ടോ? നീ കാരണായി ഇപ്പൊ അമ്മാമ്മ കരയുന്നേ. പോയി സോറി പറയടാ. അമ്മാമ്മേ സോറി. ഓ, എന്നെ ഇഷ്ടമില്ലാത്തവരൊന്നും എന്നോട് മിണ്ടണ്ട. ആ സാരമില്ല കേട്ടോ, അമ്മാമ്മ കുറച്ച് കഴിയുമ്പോ മിണ്ടിക്കോളും. ഇനി കുഞ്ഞിന് ഇങ്ങനത്തെ പുതിയ തരം സാധനങ്ങളൊക്കെ തിന്നാൻ തോന്നുമ്പോ അപ്പാപ്പനോട് പറഞ്ഞാൽ മതി കേട്ടോ. അമ്മാമ്മയെ വിഷമിപ്പിക്കരുത്. ആണോ പപ്പേ? ആ ഞാൻ കട്ട് ചെയ്തിട്ട് നോക്കട്ടെ. അപ്പാപ്പാ, കുഞ്ഞാ, അമ്മയുടെ ഡാൻസ് ഇപ്പൊ ലൈവായിട്ട് വരുന്നു. അവിടുത്തെ പള്ളിയിൽ ഇന്ന് പാരിഷ് ഫെസ്റ്റാ. അമ്മാമേ, അമ്മാമ്മേ, അമ്മാമ്മേ, അമ്മയുടെ ഡാൻസ് കാണാവാ? ആ, അവൾ ഉച്ചയ്ക്ക് വിളിച്ചപ്പോ പറഞ്ഞായിരുന്നു. എടാ ഫോൺ സ്റ്റാൻഡിങ് എടുത്തേ, അടുത്തത് അമ്മയുടെ പരിപാടിയാന്നാ പാപ്പ പറഞ്ഞേ. ഇതിലേതാടാ ജാൻസി മോള്? അമ്മ ദേ ആ അറ്റത്ത്. ആ ആ ആ ആ കാൽവരി കുന്നിൽ നാഥൻ യാഗമായി മാറി, അന്നു കാൽനടയായി നാഥൻ മലമുകളേറി, അന്നു ജീവനേകുവനായെന്തു പാടുപെട്ടു നീ, അന്നു ജീവനേകുവനായെന്തു പാടുപെട്ടു നീ, എന്റെ ജീവനായവനെ നീയൻ ആശയെന്നുമേ. കാൽവരിക്കുന്നിൽ കാൽവരിക്കുന്നിൽ നാഥൻ യാഗമായി മാറി, അന്നു കാൽനടയായി നാഥൻ മലമുകളേറി, അന്നു ജീവനേകുവനായെന്നു പാടുപെട്ടു നീ, അന്നു ജീവനേകുവനായെന്നു പാടുപെട്ടു നീ, എന്റെ ജീവനായവനെ നീയൻ ആശയെന്നുമേ. കാൽവരിക്കുന്നിൽ മരക്കുരിശുമായി നാഥൻ മലമുകളേറി, മനസ്സരകളിൽ എന്നും വാഴുവാനായി. മരക്കുരിശുമായി നാഥൻ മലമുകളേറി, മനസ്സരകളിൽ എന്നും വാഴുവാനായി. മരക്കുരി
കുരിശുമായി നാഥൻ മലമുകളേറി മനസ്സരകനിൽ എന്നും വാഴുവാനായി കാൽവരി കുന്നിൽ നാഥൻ യാഗമായി മാറി അന്നു കാൽനടയായി നാഥൻ മലമുകളേറി അന്നു ജീവനെ കുവനായെന്തു പാടുപെട്ടു നീ എന്റെ ജീവനായവനെ നീ ആശയെന്നുമേ കാൽവരിക്കുന്നിൽ കരമുയരുന്നേ നാഥ കരകൾ മാറ്റണമേ കരണലീകണമേ നാഥ കനിവ് തോന്നണമേ കരമുയരുന്നേ നാഥ കരകൾ മാറ്റണമേ കരണലീയണമേ നാഥ കനിവ് തോന്നണമേ കാൽവരിക്കുന്നിൽ നാഥൻ യാഗമായി മാറി അന്നു കാൽനടയായി നാഥൻ മലമുകളേറി അന്നു ജീവനെ കുവനായെന്തു പാടുപെട്ടു നീ അന്നു ജീവനെ കുവനായെന്തു പാടുപെട്ടു നീ എന്റെ ജീവനായവനെ നീ ആശയെന്നുമേ കാൽവരിക്കുന്നിൽ കൊച്ചെന്തേടി റോസ് മോളെ? വരുന്നുണ്ട്. കെവിന്റെ അടുത്ത് വർത്താനം പറഞ്ഞു നിൽക്കുവാ. കഴിഞ്ഞില്ലേ അമ്മാമേ? ഇനി എത്രണ്ണം കൂടെ കെട്ടണം? 150 എണ്ണത്തിനാ ഓർഡർ. ഇനിയൊരു 15 എണ്ണം കൂടി കെട്ടണം. അമ്മാമ എങ്ങനെ കൊന്ത കെട്ടിക്കൊടുത്താ അമ്മമ്മയ്ക്ക് എത്ര കാശ് കിട്ടും? മുത്തും ചരടും ഒക്കെ അവര് തരുന്നതല്ലേ മോളെ. കെട്ടിക്കൊടുക്കല് മാത്രല്ലേ അമ്മാമ്മ ചെയ്യുന്നുള്ളൂ. ഒരെണ്ണത്തിന് 10 രൂപ വെച്ച് കിട്ടും. കാശൊന്നും നോക്കിയിട്ടല്ല. ഈ ഓരോ മണിയും കെട്ടുമ്പോ ഓരോ ശുദ്ധീകരണാത്മാക്കളെ സ്വർഗത്തിലേക്ക് വിടുക അമ്മാമ്മ ചെയ്യുന്നേ. അങ്ങനെ പ്രാർത്ഥിച്ചോണ്ടാ ഈ കൊന്ത കെട്ടുന്നേ. അമ്മാമ കാരണം എത്ര പേര് സ്വർഗത്തിൽ ചെന്ന് കാണും? അതൊന്നും എനിക്കറിയാൻ വേല. എന്റെ അന്തോനി സൂണ്യാളാ, നീ ഇതിന്റെയൊക്കെ കണക്ക് വെക്കുന്നുണ്ടോ? അമ്മാമ്മേ, എന്റെ ക്ലാസ്സിൽ ടീന തെരേസി ഇല്ലേ, അവൾക്ക് ഇപ്പൊ തന്നെ 10 സംഭവങ്ങളും കിട്ടി കഴിഞ്ഞുന്ന് കെവിൻ ചോർത്തി തന്ന ന്യൂസ്. എന്തായാലും ഗേൾസ് ഫസ്റ്റ് അടിക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല. അമ്മ വേഗം ഒരു 2-3 സംഭവം പറഞ്ഞേ, ഞാൻ എഴുതാൻ ബുക്ക് എടുത്തോണ്ട് വരാം. എന്നാ കാര്യമാടി റോസ് മോളെ അവനീ പറഞ്ഞോണ്ട് പോയത്? എനിക്കൊന്നും മനസ്സിലായില്ല. അമ്മാമേ, ബൈബിളിൽ നിന്നുള്ള പ്രാർത്ഥനയുടെ ശക്തിയെക്കുറിച്ച് 10 സംഭവങ്ങൾ അവന്റെ ക്ലാസ്സിലെ വേറെ കൊച്ചിന് കിട്ടിയെന്ന്. ഓ, അതാണോ? അമ്മാമ്മേ, നമുക്കാകെ 8 എണ്ണേ ആയിട്ടുള്ളൂ. ഒരു 20 എണ്ണെങ്കിലും ഒപ്പിക്കണം. റോണി മോനെ, നീ ജെറീക്കോ കോട്ട തകരുന്നത് എഴുതിയായിരുന്നോ? ഇത് എഴുതിയ അമ്മാമ്മേ. ആ, എന്നാ നമ്മുടെ ദാനിയേൽ പ്രവാചകന്റെ പുസ്തകത്തിലെ സൂസന്നയുടെ കഥ എഴുതിയായിരുന്നോ? ഇല്ല. അതാരാ സൂസന്ന?
ബാബിലോൺ ദേശത്തെ ഹെൽക്കിയായുടെ മകളും യോവാക്കിമിന്റെ ഭാര്യയുമായിരുന്നു അതിസുന്ദരിയായ സൂസന്ന. അയ്യോ, ആ കഥ അറിയേണ്ടത് തന്നെയാ. സ്വാഗതം ന്യായാധിപന്മാരെ, നിങ്ങളെ കാണാൻ കഴിഞ്ഞതിൽ സന്തോഷം. യോവാക്കിം, താങ്കളുടെ ഈ ഉദ്യാനം എത്ര മനോഹരം! എത്ര പേർക്ക് ആശ്രയമാണ് താങ്കൾ. അതെ യോവാക്കിം, അങ്ങയുടെ നീതിയും ധർമ്മവും എങ്ങും പ്രശസ്തമാണ്. എല്ലാം സർവശക്തനായ ദൈവത്തിന്റെ കൃപ. അതാരാ? അവളെന്റെ ഭാര്യ സൂസന്ന. ഓ, ദൈവഭക്തിയും നീതിയും അവളുടെ കൂടപ്പിറപ്പാണ്. വരൂ. കണ്ടില്ലേ, എന്തു സൗന്ദര്യം! അതെ അതെ, നീ പറഞ്ഞപ്പോൾ ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല. ഹോ, എന്റെ ഹൃദയം തുടിക്കുകയാണ്. വരൂ, നമുക്ക് അകത്തേക്ക് ഇരിക്കാം. അതാ വരുന്നു. പക്ഷേ ആ വർഷം ന്യായാധിപന്മാരായി തിരഞ്ഞെടുക്കപ്പെട്ട 2 ദുഷ്ടന്മാരുടെ കഴുകൻ കണ്ണുകൾ അവളുടെ സൗന്ദര്യത്തിന്മേൽ പതിച്ചതോടെ അവളുടെ ജീവിതം മാറിമറിഞ്ഞു. ദുഷ്ടന്മാരായ 2 ന്യായാധിപന്മാർ സൂസന്നയെ കെണിയിൽപ്പെടുത്താൻ തക്കം പാർത്തിരുന്നു. ഒടുവിൽ അവർക്ക് അനുകൂലമായ ഒരു സന്ദർഭം വന്നു ചേർന്നു. എന്തൊരു ചൂടാ! നമുക്ക് കുളിച്ചാലോ? എണ്ണയും ലേപനങ്ങളും കൊണ്ടുവരൂ. ശരി യജമാനത്തി. വാതിലടച്ചേക്കണേ. ആ, വാതിലടച്ചിട്ട് ഞങ്ങൾ പെട്ടെന്ന് വരാം. നിങ്ങൾ എങ്ങനെ ഇവിടെ? സൂസന്നെ, ദാ വാതിലുകൾ അടച്ചിരിക്കുന്നു. എന്ത്? ആരും നമ്മളെ കാണുന്നില്ല. വാതിൽ തുറക്ക്. തോഴിമാരെ! ആരും ഒന്നും അറിയില്ല. നീ മടി കൂടാതെ ഞങ്ങളോടൊപ്പം ശയിക്കുക. നീ ഒന്നും പേടിക്കണ്ട, ഞങ്ങൾ നിന്നെ സ്നേഹിക്കുന്നു. എന്ത് വൃത്തിയുടെ നിങ്ങൾ ഈ പറയുന്നേ? വാതിൽ തുറക്ക്. തോഴിമാരെ! തോഴിമാരെ! ഞങ്ങൾ പറഞ്ഞ അനുസരിച്ചാൽ ആരും ഒന്നും അറിയാതെ ഞങ്ങൾ അവസാനിപ്പിച്ചോളാം. ഇല്ലെങ്കിൽ നിന്റെ കൂടെ ഒരു യുവാവ് ഉണ്ടായിരുന്നുകൊണ്ടാണ് നീ തോഴിമാരെ പറഞ്ഞയച്ചത് ഞങ്ങൾ സാക്ഷ്യപ്പെടുത്തും. ജനങ്ങളുടെ മുന്നിൽ നീ നാണം കെടും. ആരുമില്ല ഇവിടെ. അയ്യോ, ഞാൻ എല്ലാ അർത്ഥത്തിലും കുടുങ്ങിയിരിക്കുന്നു. ഞാൻ സമ്മതിച്ചാൽ ഇതെന്റെ മരണമാണ്. സമ്മതിച്ചില്ലെങ്കിൽ നിങ്ങളുടെ കെണിയിൽ നിന്ന് ഞാൻ രക്ഷപ്പെടുകയില്ല. എന്നാലും കർത്താവിന്റെ മുമ്പിൽ പാപം ചെയ്യുന്നതിനേക്കാൾ മരിക്കാനാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത്. സകലരും നിന്നെ തള്ളിപ്പറയും, കല്ലെറിഞ്ഞു കൊല്ലും നിന്നെ. നിങ്ങൾ ആരോട് എന്ത് വേണമെങ്കിലും പറഞ്ഞോളൂ, നിങ്ങളുടെ ആഗ്രഹം നടക്കില്ല. ഞങ്ങൾ പറയുന്നത് അനുസരിച്ചില്ലെങ്കിൽ ഈ ജനങ്ങളുടെ മുമ്പിൽ നീ നാണം കെടും. ഇവർ തന്നെ നിന്നെ വിചാരണ ചെയ്യും, കല്ലെറിഞ്ഞു കൊല്ലും. അവർ തൊട്ടുപോരു തന്നെ. മാറി നിൽക്ക്. അയ്യോ, എന്താ? നശിപ്പിച്ചു. വാതിൽ തുറക്ക് യജമാനത്തി. എന്താ സൂസന്ന? എന്താ എന്താ ഇവിടെ പ്രശ്നം? എന്താ എന്താ സൂസന്ന? എന്താ സംഭവിച്ചത്? എന്താണ് ഇവിടെ നടക്കുന്നത്? എന്താ ന്യായാധിപന്മാരെ, എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? ഈ സ്ത്രീയുണ്ടല്ലോ, ഒരു യുവാവിനൊപ്പം ഒളിച്ചിരുന്ന് ദുഷ്കർമ്മം ചെയ്യുകയായിരുന്നു. ഞങ്ങളെ കണ്ടപ്പോൾ ഇവൾ നിലവിളിച്ചു. ഞങ്ങൾ അവനെ പിടിക്കാൻ ശ്രമിച്ചപ്പോൾ അവൻ ഓടിക്കളഞ്ഞു. എന്റെ സൂസന്നയോ? അവളങ്ങനെയൊന്നും ചെയ്യില്ല. യോവാക്കിം, നിനക്ക് തോന്നുന്നുണ്ടോ ഞങ്ങൾ കള്ളം പറയുമെന്ന്? വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഈ സ്ത്രീ പഠിച്ച കള്ളിയാ. സൂസന്നയെ പറ്റി ഇങ്ങനെയൊരു കഥയോ? ബാക്കി ഇനി ജനങ്ങൾ തീരുമാനിക്കട്ടെ. പിറ്റേന്ന് ജനക്കൂട്ടത്തിന് മുൻപാകെ അവളെ വിചാരണയ്ക്കായി കൊണ്ടുവന്നു. 2 ന്യായാധിപന്മാരും ഘോരഘോരം അവൾക്കെതിരെ കള്ളസാക്ഷ്യം നിരത്തി.
ഹിൽക്കിയായുടെ മകളും യോവാക്കിമിന്റെ ഭാര്യയുമായ സൂസനിയെ ഇവിടെ കൊണ്ടുവരിക. അവളുടെ മൂടുപടം മാറ്റ്. അവളുടെ യഥാർത്ഥ മുഖം മറ്റുള്ളവരൊന്ന് കാണട്ടെ. ജനങ്ങളെ, ഞങ്ങൾ ഉദ്യാനത്തിൽ നടക്കുമ്പോൾ ഈ സ്ത്രീ 2 തോഴിമാരെ പറഞ്ഞയച്ചതിന് ശേഷം ഒരു യുവാവിനൊപ്പം ശയിക്കുന്നത് കണ്ടു. ഞങ്ങൾ അവനെ പിടിക്കാൻ ശ്രമിച്ചതാ. ശക്തനായിരുന്നതുകൊണ്ട് അവൻ ഓടി രക്ഷപ്പെട്ടു. ഞങ്ങൾ ഇവളോട് ചോദിച്ചപ്പോൾ ഒന്നും പറഞ്ഞില്ല. ഞങ്ങൾ ഇക്കാര്യം സാക്ഷ്യപ്പെടുത്തുന്നു. യുവാക്യം ഇതെങ്ങനെ സഹിക്കും? വിശ്വസിക്കാൻ പറ്റുന്നില്ല. വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഒരു സ്ത്രീ അത്. നിത്യനായ ദൈവമേ, രഹസ്യങ്ങൾ അറിയുന്നവനെ, ഇവർ എനിക്കെതിരെ പറയുന്നതെല്ലാം കള്ളമാണെന്ന് നീ അറിയുന്നുവല്ലോ. ഞാൻ മരിക്കാൻ പോകുന്നു. ചെയ്യാത്തൊരു തെറ്റിനു വേണ്ടി നിങ്ങൾ എന്നെ കൊല്ലാൻ പോകുന്നു. എനിക്കെതിരെ ആരോപിച്ചിരിക്കുന്ന കാര്യങ്ങളൊന്നും ഞാൻ ചെയ്തിട്ടില്ല. എന്റെ ദൈവമേ, എന്നെ രക്ഷിക്കൂ. ഏയ്, ഇവളുടെ രക്തത്തിൽ എനിക്ക് പങ്കില്ല. ഇത് നമ്മുടെ ദാനിയലല്ലേ? ഇവനെന്താ ഇങ്ങനെ പറയുന്നേ? ഈ കൊച്ചുകുട്ടിക്ക് എന്തറിയാം? ഇസ്രായേൽ മക്കളെ, നിങ്ങൾ ഇത്ര ഭോഷന്മാരാണോ? വിചാരണ നടത്താതെ ഒരു ഇസ്രായേൽ പുത്രിയെ ശിക്ഷിക്കുന്നുവോ? അത് ശരിയാണല്ലോ. അത് ശരിയാണ്, അതല്ലേ നിയമം. ഏയ്, അതിന്റെ ആവശ്യമൊന്നുമില്ല. ഞങ്ങൾ 2 പേരുടെയും സാക്ഷ്യം നിങ്ങൾ കേട്ടതല്ലേ? ഇവൻ പറയുന്നൊന്നും കേൾക്കണ്ട. ഈ ചെറിയ കുട്ടിക്ക് എന്തറിയാം? ഈ മനുഷ്യർ ഇവൾക്കെതിരെ കള്ളസാക്ഷ്യം പറഞ്ഞിരിക്കുന്നു. അവരെ 2 പേരെയും പരസ്പരം അകറ്റി നിർത്തി എനിക്ക് ചോദ്യം ചെയ്യാൻ അവസരം തരൂ. ആ കുട്ടിക്ക് അവസരം നൽകൂ, സത്യം തെളിയട്ടെ. ആ ന്യായാധിപന്മാരെ മാറ്റി നിർത്തോ. വിചാരണ നടക്കട്ടെ. ദുഷ്ടതയിൽ തഴക്കം നേടിയവനെ, നീ നിരപരാധികളെ ശിക്ഷിച്ചു. ഇപ്പോൾ പറയൂ, ഏത് വൃക്ഷത്തിന്റെ ചുവട്ടിലാണ് അവരെ നീ ആലിംഗനബദ്ധരായി കണ്ടത്? ദേ, ആ നിൽക്കുന്ന കരയാമ്പൂ മരമില്ലേ, ആ മരത്തിന്റെ ചുവട്ടിൽ. ഞാൻ പിടിക്കാൻ ശ്രമിച്ചപ്പോൾ ദേ അവൻ അങ്ങോട്ട് ഓടിപ്പോയി. നിന്റെ നുണ നിന്റെ തലയ്ക്ക് തിരിഞ്ഞടിക്കും. ദേവദൂതൻ നിന്നെ ഉടൻ 2 പിളർന്നു കളയും. സൗന്ദര്യം നിന്നെ വഞ്ചിച്ചു. ഇനി പറ, ഏത് വൃക്ഷത്തിന്റെ ചുവട്ടിലാണ് നീ അവരെ ആലിംഗനബദ്ധരായി കണ്ടത്? അത് പിന്നെ ദേ ആ മരം കണ്ടോ? ആ തഴച്ചു വളരുന്ന കരുവാലകത്തിന്റെ ചുവട്ടിൽ. ഞങ്ങൾ പിടിക്കാൻ ശ്രമിച്ചതാ, പക്ഷെ അവൻ അങ്ങോട്ട് ഓടിപ്പോയി. നിന്റെ നുണയും നിന്റെ തലയ്ക്ക് തിരിഞ്ഞടിച്ചിരിക്കുന്നു. ദേവദൂതൻ വാളുമായി നിങ്ങളെ ഇരുവരെയും നശിപ്പിക്കാൻ കാത്തു നിൽക്കുന്നു. സൂസന്നയ്ക്ക് അവര് വിധിച്ച ശിക്ഷ തന്നെ അവർക്കും കൊടുക്കണം. അതെ അതെ. അയ്യോ അയ്യോ, ഇതാ സത്യം തെളിഞ്ഞിരിക്കുന്നു. ഇങ്ങനെയുള്ള ന്യായാധിപന്മാർ ഇനി ഉണ്ടാകാതിരിക്കട്ടെ. എന്റെ സൂസന്ന നിഷ്കളങ്കിയാണെന്ന് സർവശക്തനായ ദൈവം തെളിയിച്ചു. ദൈവമേ, ദൈവമേ, അങ്ങേക്ക് സ്തുതി, അങ്ങേക്ക് സ്തുതി. ദാനിയേൽ, നിന്നെ ദൈവമാണ് ഇങ്ങോട്ട് ഈ സമയത്ത് അയച്ചത്. ദൈവമേ, അങ്ങേക്ക് നന്ദി, അങ്ങേക്ക് നന്ദി. അങ്ങനെ ദാനിയേലിലൂടെ ദൈവത്തിന്റെ ആത്മാവ് പ്രവർത്തിച്ചു. സൂസന്നെ രക്ഷപ്പെട്ടു. ആ 2 ന്യായാധിപന്മാരെയും ജനക്കൂട്ടം കല്ലെറിഞ്ഞു കൊന്നു. ഓ, എന്റെ അന്തോനീസ് പുണ്യാളാ, പ്രാർത്ഥനയുടെ ഒരു ശക്തിയേ. അങ്ങനെ തന്നെ വേണം. ആ പാവത്തിനെ പെടുത്താൻ നോക്കിയതല്ലേ, അവർക്ക് തന്നെ കിട്ടി ശിക്ഷ. അതാ അമ്മാമ്മ പറഞ്ഞേ, ദൈവത്തിൽ ആശ്രയിക്കുന്നവരെ ദൈവം കൈവിടത്തില്ലെന്നേ. അപ്പാപ്പൻ ഇതുവരെ വന്നില്ലല്ലോ മക്കളെ. അപ്പാപ്പൻ എവിടെ പോയതാ അമ്മാമേ? ആ മലയാറ്റൂരെ ജോസുപാപ്പന്റെ അളിയന്റെ മോളുടെ അത്താഴൂട്ട്, അതിനൊന്ന് തല കാണിച്ചേച്ച് വരാന്നും പറഞ്ഞു പോയതാ. അപ്പോൾ കല്യാണം എന്നാ? മറ്റന്നാളാ കല്യാണം. അതിന് നമ്മളൊക്കെ പോണം.
ചേടാ, അപ്പാപ്പൻ എന്താണാവോ വരാൻ താമസിക്കണേ? ഇത് ഞാന് ഒരു വിചാരവും ഇല്ല. എന്റെ അന്തോനീസ് പുണ്യാളാ. അപ്പാപ്പ വന്നോളാം അമ്മാമേ. അടുത്ത സംഭവം പറ. ഈ ചെറുക്കനെ കൊണ്ട് തോറ്റല്ലോ. എന്നാ അടുത്തത് എഴുത. റോസ്മോളെ, ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം എടുത്തേ. 3-ാം അധ്യായം. എടുത്തേടി ചേച്ചി. കിട്ടിയോ? ആ വായിച്ചേ. 3 യുവാക്കൾ തീച്ചൂളയിൽ. നെബൂഖദ്നേസർ രാജാവ് 60 മുഴം ഉയരവും 6 മുഴം വണ്ണവുമുള്ള ഒരു സ്വർണ്ണ വിഗ്രഹമുണ്ടാക്കി. ബാബിലോൺ ദേശത്തെ ദൂര താഴ്വരയിൽ അവൻ അത് സ്ഥാപിച്ചു. ശേഷം രാജ്യം മുഴുവൻ വിളംബരം പുറപ്പെടുവിച്ചു. ജനതകളെ, ജനപദങ്ങളെ, വിവിധ ഭാഷക്കാരെ നിങ്ങളോട് കൽപ്പിക്കുന്നു. കൊമ്പ്, കുഴൽ, തമ്പുരു, കിന്നരം, വീണ, നാഗസ്വരം തുടങ്ങിയ സകലവിധ വാദ്യനാദവും കേൾക്കുമ്പോൾ നിങ്ങൾ സാഷ്ടാംഗം വീണ് നെബൂഖദ്നേസർ രാജാവ് പ്രതിഷ്ഠിച്ച സ്വർണബിംബത്തെ ആരാധിക്കണം. ആരെങ്കിലും അപ്രകാരം ചെയ്യുന്നില്ലെങ്കിൽ അവനെ തൽക്ഷണം എരിയുന്ന തീച്ചൂളയിലെറിയും. എന്നാൽ ബാബിലോൺ ദേശത്തെ ഭരണാധികാരികളായിരുന്ന 3 യുവാക്കള് രാജാവ് പറഞ്ഞതുപോലെ രാജാവിന്റെ സ്വർണ വിഗ്രഹത്തെ ആരാധിച്ചില്ല. അല്ലയോ രാജാവേ, ഞങ്ങൾ സേവിക്കുന്ന ഞങ്ങളുടെ ദൈവം എരിയുന്ന തീച്ചൂളയിൽ ഞങ്ങൾ രക്ഷിക്കാൻ കഴിവുള്ളവനാണ്. അവിടുന്ന് ഞങ്ങളെ നിന്റെ കയ്യിൽ നിന്ന് മോചിപ്പിക്കുക തന്നെ ചെയ്യും. ഈ കാര്യം നീ അറിഞ്ഞുകൊള്ളുക. അവിടുന്ന് ഞങ്ങളെ മോചിപ്പിച്ചില്ലെങ്കിൽ പോലും ഞങ്ങൾ നിന്റെ ദേവന്മാരെയോ നീ നിർമ്മിച്ച സ്വർണ്ണ ബിംബത്തെയോ ആരാധിക്കുകയില്ല. ഇതിൽ ഉഗ്ര കോപം പൂണ്ട രാജാവ് അവരെ എരിയുന്ന തീയിലേക്ക് എറിഞ്ഞു. പക്ഷേ അത്ഭുതം എന്താന്ന് പറയട്ടെ, അവരെ സഹായിക്കാൻ ദൈവം സ്വർഗത്തിൽ നിന്നൊരു ദൂതനെ അയച്ചു. അങ്ങനെ അവരൊരു പൊള്ളൽ പോലും ഏൽക്കാതെ രക്ഷപ്പെട്ടു. പോലെ ശത്രുക്കും മേശക്കും സ്തുതിഗീതങ്ങൾ പാടിയവർ അഗ്നിച്ചൂളയിൽ നൃത്തം ചെയ്ത് ബന്ധനങ്ങളെല്ലാം അഴിഞ്ഞു വീണു. അഗ്നിനാളങ്ങൾ ശാന്തമായി. ദേവദൂതൻ വന്നു അവരെ രക്ഷിച്ചു. അത്ഭുതമായി ആ കാഴ്ച. ബന്ധനങ്ങളെല്ലാം അഴിഞ്ഞു വീണു. അഗ്നിനാളങ്ങൾ ശാന്തമായി. ദൈവദൂതൻ വന്നു അവരെ രക്ഷിച്ചു. അത്ഭുതമായി ആ കാഴ്ച. അസറിയായുടെ പ്രാർത്ഥന കേട്ടു. കർത്താവ് അവരെ ചേർത്തു. പാപങ്ങളേറ്റു പറഞ്ഞു അവർ വിനയത്തോടെ സ്തുതിച്ചു. ഷദ്രാക്കിന്റെയും മെഷാക്കിന്റെയും അബദ്നെഗോയുടെയും ദൈവം വാഴ്ത്തപ്പെടട്ടെ. തന്നിൽ ആശ്രയിച്ച തന്റെ ദാസന്മാരെ അവിടുന്ന് സ്വന്തം ദൂതനെ അയച്ച് മോചിപ്പിച്ചുവല്ലോ. അതുകൊണ്ട് ഞാനിതാ കൽപ്പന പുറപ്പെടുവിക്കുന്നു. ഇവരുടെ ദൈവത്തിനെതിരെ എന്തെങ്കിലും പറയുന്ന ജനതകളെയും ജനപദങ്ങളെയും ഭാഷക്കാരെയും കഷണം കഷണമായി ചീന്തിക്കളയും. എന്തെന്നാൽ ഈ വിധത്തിൽ രക്ഷിക്കാൻ കഴിവുള്ള വേറൊരു ദേവനില്ല. നെബൂഖദ്നേസർ രാജാവിന്റെ കൽപ്പന കേട്ട് ചാടിടുന്നു. ശദ്രാക്ക്, മേശാക്ക്, അബേദ്നെഗോയെ, നിങ്ങളുടെ നെഞ്ചിൽ ഇരുമ്പാണോ? പൊള്ളിക്കരിഞ്ഞില്ല, ഒടിഞ്ഞു പോയില്ല, കൂട്ടായി നടന്നല്ലോ. ദൈവം കാക്കും, ദൈവം കാക്കും, നീതിമാന്മാരെ എന്നും കാക്കും. ദൈവം കാക്കും, ദൈവം കാക്കും, നീതിമാന്മാരെ എന്നും കാക്കും.
ചൊല്ലയിലെ അത് 49 മുഴം കടലോളം വലുതായിരുന്നു. കൽദായർ ചുറ്റും കരിഞ്ഞു വെള്ളൽ, എന്നാലും ഇവർക്കെന്തൊരു കൂസലില്ലായ്മ. അസറിയ ചേട്ടൻ എഴുന്നേറ്റു നിന്ന് ദൈവത്തോട് പ്രാർത്ഥന ചൊല്ലി, ഞങ്ങളുടെ പാപം പൊറുക്കണമേ, നിയമം ലംഘിച്ചു പോയല്ലോ ദൈവമേ. ദൈവം കാക്കും, ദൈവം കാക്കും, നീതിമാന്മാരെ എന്നും കാക്കും. ദൈവം കാക്കും, ദൈവം കാക്കും, നീതിമാന്മാരെ എന്നും കാക്കും. ആകാശത്തു നിന്നും ദൂതൻ വന്നല്ലോ, തീയെ കെടുത്താൻ കാറ്റുവീശി, ചൂളത്തണുത്ത് പൂന്തോപ്പ് പോലെ അഗ്നി നാളത്തിൽ പൂവിരിഞ്ഞു. പാട്ടും പാടി തുള്ളിച്ചാടി അവ ചുറ്റും നടക്കുന്നു. മഴയും മഞ്ഞും കാറ്റും വെയിലും എല്ലാം ദൈവത്തെ വാഴ്ത്തുന്നേ. ദൈവം കാക്കും, ദൈവം കാക്കും, നീതിമാന്മാരെ എന്നും കാക്കും. അസറിയ വിശായനെ നിങ്ങൾ വീരമാർ തന്നെ, പാതാളത്തിൽ നിന്നും ഭരണത്തിൽ നിന്നും ദൈവം നിങ്ങൾ കാത്തല്ലോ. നമുക്കദ്നേസർ കണ്ടു ഞെട്ടിയല്ലോ, അത് ദൈവപുത്രനല്ലേ. കർത്താവ് നല്ലവൻ കാരുണ്യവാനല്ലോ, അവൻ എന്നും നമ്മെ കാക്കും. ദൈവം കാക്കും, ദൈവം കാക്കും, നീതിമാന്മാരെ എന്നും കാക്കും. എന്റെ അന്തോനീസ് പുണ്യാളാ, ഇന്നലെ ഇവിടുന്ന് എന്തു ചൊടിയായിട്ട് ഇറങ്ങിപ്പോയ മനുഷ്യനാ. കിടക്കുന്ന കിടപ്പ് കണ്ടിട്ട് സഹിക്കാൻ മേല. എന്റെ പൊന്ന് ബീനാമേ, നീ ഒന്ന് നിർത്തുന്നുണ്ടോ? ഇന്നലെ രാത്രി തൊട്ട് ഉറങ്ങിയതാ. നിന്റെ ഈ നിൽപ്പും മട്ടും കാണുമ്പോ ഞാൻ ഏതാണ്ട് ചത്തു കിടക്കുന്ന പോലെയാ എനിക്ക് തോന്നുന്നത്. ഞാനേ അതിർത്തിയിൽ നെഞ്ചു വിരിച്ചു നിന്ന് യുദ്ധം ചെയ്ത പട്ടാളക്കാരനാ. ഞാൻ ഇതുകൊണ്ടൊന്നും തോൽക്കുകയില്ല. ആഹാ, എന്നിട്ട് പട്ടാളക്കാരൻ ഇക്കാര്യം കുത്താൻ വന്ന കാട്ടുപന്നിയോട് പറയാഞ്ഞതെന്ത്? എന്നോടുള്ള ഈ മൂച്ച് ആ പന്നിയോട് കാണിച്ചിരുന്നെങ്കി. അപ്പാപ്പനെ കളിയാക്കിച്ചിരിക്കുക അല്ല പാപ്പ, അമ്മാമ്മയുടെ വർത്താനം കേട്ടിട്ട് ചിരിച്ചു പോയതാ. ആ കാട്ടുപന്നി കുത്തിയിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും പറ്റിയിരുന്നെങ്കിൽ ഞാൻ ഈ കുഞ്ഞുങ്ങളെ കൊണ്ട് എന്ത് ചെയ്തേനെ? എന്റെ പൊന്നു ബീനാമേ, നീ പോയി എനിക്കൊരു ചായ ഇട്ടുകൊണ്ട് വന്നേ. ഓ, ഞാൻ പോയി. നീ എന്നാടായി കാണിക്കുന്നേ? അമ്മയ്ക്ക് അയച്ചു കൊടുക്കാനാ. രാവിലെ എഴുന്നേക്കുമ്പോ തന്നെ അമ്മയ്ക്കൊരു സർപ്രൈസ് ആവട്ടെ. ദേ അപ്പാപ്പ, അപ്പാപ്പനെ പന്നി കുത്താൻ വന്നപ്പോ ഓടി മാറാൻ മേലായിരുന്നോ? ഇടീ, ഞാനും ഷാജോയും കൂടെ ബൈക്കിൽ വരുമ്പോ പെട്ടെന്ന് പന്നി ഓടി വന്ന് മറിച്ചിടുകയല്ലായിരുന്നു. പന്നി കുത്തിയിട്ടാ മറിഞ്ഞു വീണതെന്ന് പോലും പിന്നെയാ മനസ്സിലായത്. എന്നാലും ആ ഷാജോയുടെ കാര്യം ആലോചിക്കുമ്പോഴാ 4 വാരിയല്ല ഒടിഞ്ഞേക്കുന്നേ. അപ്പാപ്പ സത്യം പറ, അപ്പാപ്പൻ പേടിച്ചു പോയില്ലേ? എന്റെ മക്കളെയും ബീനാമേനെയും ഇനി കാണാൻ പറ്റൂല എന്ന് ഞാൻ അങ്ങോട്ട് ഓർത്തുപോയി. അപ്പാപ്പൻ വിഷമിക്കണ്ട, അപ്പാപ്പനെ മരിക്കാതിരിക്കാൻ ഞാൻ പ്രാർത്ഥിക്കാം. റോണി മോനെ, പ്രാർത്ഥിച്ച
മരിക്കാതിരിക്കുക ഒന്നുമില്ല. എല്ലാവരും ഒരു ദിവസം മരിക്കും. പക്ഷേ പ്രാർത്ഥന കൊണ്ട് ആയുസ് നീട്ടിക്കിട്ടിയ ഒരു രാജാവുണ്ട്. ആ ആളെ മക്കൾക്കറിയാമോ? പഴയ നിയമത്തിലെ ഹെസക്കിയ രാജാവല്ലയോ? ആ രാജാവ് തന്നെ. രാജാവ് മരിക്കുമെന്ന് യെശയ്യാ പ്രവാചകൻ വഴി ദൈവം സന്ദേശം കൊടുത്തയച്ചു. ഇതറിഞ്ഞപ്പോ രാജാവ് ദൈവത്തോട് തീക്ഷ്ണമായിട്ട് പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥന കേട്ട് ദൈവം 15 വർഷം കൂടെ അദ്ദേഹത്തിന് ആയുസ് നീട്ടിക്കൊടുത്തു. എനിക്കും ദൈവം തന്ന ഈ സമയം ബോണസ് ആണെന്നാ തോന്നണത്. ഇതെന്നാ വർത്താനമാ മനുഷ്യ നിങ്ങൾ ഈ പറയുന്നേ? പന്നി കുത്തിയെന്നും വെച്ച് അതിർത്തിയിൽ നെഞ്ചു വിരിച്ചു നിന്ന പട്ടാളക്കാരന്റെ ധൈര്യമൊക്കെ പോയോ? പട്ടാളക്കാരെ കളിയാക്കിയാലുണ്ടല്ലോ, കൈമടക്കി നമ്മൾ തരും. കൈയും കാലും ശരിയാവുന്നത് വരെ നമ്മളൊന്ന് പതുങ്ങുന്നതാ നല്ലത്. ശരിയാ. അപ്പാപ്പ, പ്രാർത്ഥനയുടെ ശക്തിയെക്കുറിച്ചുള്ള ഭാഗങ്ങളെല്ലാം പഴയ നിയമത്തിൽ മാത്രമേ ഉള്ളൂ, പുതിയ നിയമത്തിലൊന്നുമില്ലേ? ആര് പറഞ്ഞു പുതിയ നിയമത്തിലില്ലെന്ന്? ഈ പാട്ട് കേട്ടിട്ടില്ലേ? ബന്ധനമഴിയും കെട്ടുകളഴിയും ആരാധനയിങ്കൽ, കോട്ടകൾ തകരും ബാധകൾ ഒഴിയും ആരാധനയിങ്കൽ, അപ്പസ്തോലർ രാത്രികാലെ ആരാധിച്ചപ്പോൾ ചങ്ങല പൊട്ടി ബന്ധിതരെല്ലാം മോചിതരായല്ലോ. പ്രിയമുള്ളവരെ, തന്നെ വിളിച്ചപേക്ഷിക്കുന്നവരെ ഉപേക്ഷിക്കാത്ത ദൈവത്തെ ബൈബിളിലുടനീളം നമുക്ക് കാണാൻ കഴിയും. അപ്രകാരമുള്ള ഒരു സംഭവം അപ്പസ്തോല പ്രവർത്തനത്തിൽ 16-ാം അധ്യായത്തിൽ വിവരിക്കുന്നുണ്ട്. ഞങ്ങൾ നിങ്ങളോട് പങ്കുവെക്കുന്നു തടവറയിലെ അത്ഭുതം. പൗലോസും സീലാസും ദൈവവചനം പ്രഘോഷിച്ച് ഫിലിപ്പി നഗരത്തിലൂടെ നടക്കുകയായിരുന്നു. പ്രാർത്ഥനാ കേന്ദ്രത്തിലേക്ക് പോകും വഴി ഒരു കാഴ്ച അവരുടെ ശ്രദ്ധയിൽപ്പെട്ടു. ഭാവി പ്രവചിക്കുന്ന ഒരു അടിമ പെൺകുട്ടി. ഒരു ദുരാത്മാവിന്റെ സഹായത്താൽ അവൾക്ക് ഭാവി കാര്യങ്ങൾ പ്രവചിക്കാൻ കഴിഞ്ഞിരുന്നു. ദുരാത്മാവ് ബാധിച്ചിരുന്ന ആ പെൺകുട്ടി ഉപയോഗിച്ച് അവളുടെ യജമാനന്മാർ വലിയ ലാഭം കൊയ്തിരുന്നു. അവളുടെ വാക്കുകൾ കേട്ട് ജനം തടിച്ചുകൂടി. അടിമ പെണ്ണികൾ വിധിതൻ കൈകളാൽ നൽകിയിടുന്നുവോ ദൂരെ ഒരു കഥ. അടിമ പെണ്ണികൾ വിധിതൻ കൈകളാൽ നൽകിയിടുന്നുവോ ദൂരെ ഒരു കഥ. മോഹങ്ങൾ വാടി സ്വപ്നങ്ങൾ മാഞ്ഞുപോയി, ദാസ്യത്തിൻ ഭാരം നെഞ്ചോടു ചേർത്തുപോ. മോഹങ്ങൾ വാടി സ്വപ്നങ്ങൾ മാഞ്ഞുപോയി, ദാസ്യത്തിൻ ഭാരം നെഞ്ചോടു ചേർത്തുപോ. അങ്ങനെയിരിക്കെ ഒരു ദിവസം പൗലോസും സീലാസും ആ വഴി നടന്നു പോവുകയായിരുന്നു. അപ്പോൾ ആ പെൺകുട്ടി അവരുടെ പുറകെ ചെന്നു. അവൾ ഉറക്കെ വിളിച്ചു പറഞ്ഞു, ഈ മനുഷ്യർ അത്യുന്നതനായ ദൈവത്തിന്റെ ദാസരാണ്. ഇവർ നിങ്ങളോട് രക്ഷയുടെ മാർഗം പ്രഘോഷിക്കുന്നു. ദിവസങ്ങളോളം അവൾ ഇത് തുടർന്നു. പൗലോസിന് ഇത് അസഹനീയമായി തോന്നി. അവൻ തിരിയുന്നത് അവളെ ബാധിച്ചിരുന്ന ദുരാത്മാവിനോട് കൽപ്പിച്ചു. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നിന്നോട് ഞാൻ ആജ്ഞാപിക്കുന്നു, ഇവളിൽ നിന്ന് പുറത്തു പോവുക. തൽക്ഷണം ആ ആത്മാവ് അവളെ വിട്ടുപോയി. കെട്ടുകൾ പൊട്ടി ബന്ധനം വിട്ടുപോയി, സ്വാതന്ത്ര്യത്തിൻ വെളിച്ചം നിറഞ്ഞുപോയി. കെട്ടുകൾ പൊട്ടി ബന്ധനം വിട്ടുപോയി, സ്വാതന്ത്ര്യത്തിൻ വെളിച്ചം നിറഞ്ഞുപോയി. യേശുവിൻ നാമം ശക്തിതൻ വചനം ഇരുളുകൾ മാറ്റി പ്രകാശമായി ഭവിച്ചു. യേശുവിൻ നാമം ശക്തിതൻ വചനം ഇരുളുകൾ മാറ്റി പ്രകാശമായി ഭവിച്ചു. തങ്ങളുടെ ലാഭമാർഗം നഷ്ടപ്പെട്ടുവെന്ന് കണ്ടപ്പോൾ ആ പെൺകുട്ടിയുടെ യജമാനന്മാർക്ക് കോപം
സഹിക്കാനായില്ല. അവർ പൗലോസിനെയും സീലാസിനെയും പിടികൂടി വലിച്ചിഴച്ച് പട്ടണത്തിന്റെ പൊതുസ്ഥലത്ത് അധികാരികളുടെ മുൻപിൽ കൊണ്ടുവന്നു നിർത്തി. രോക്ഷം പൂണ്ട അവർ ന്യായാധിപന്മാരോട് കൽപ്പിച്ചു, യഹൂദന്മാരായ ഇവർ നമ്മുടെ നഗരത്തെ അസ്വസ്ഥമാക്കുന്നു. റോമാക്കാരായ നമുക്ക് നിയമപ്രകാരം അംഗീകരിക്കാനോ അനുഷ്ഠിക്കാനോ പാടില്ലാത്ത ആചാരങ്ങളെ കുറിച്ചാണ് ഇവർ സംസാരിക്കുന്നത്. നഷ്ടത്തിൻ കനലുകൾ മനസ്സിലാളുന്നു, നീതിതൻ വാക്കുകൾ കേൾക്കാതെ പോകുന്നു. നഷ്ടത്തിൻ കനലുകൾ മനസ്സിലാളുന്നു, നീതിതൻ വാക്കുകൾ കേൾക്കാതെ പോകുന്നു. ലാഭത്തിൻ മോഹത്താൽ കണ്ണുകൾ മൂടുന്നു, സത്യത്തിൻ സൂര്യൻ മറഞ്ഞു പോകുന്നു. ലാഭത്തിൻ മോഹത്താൽ കണ്ണുകൾ മൂടുന്നു, സത്യത്തിൻ സൂര്യൻ മറഞ്ഞു പോകുന്നു. ജനക്കൂട്ടം ഒന്നാകെ അവർക്കെതിരെ ഇളകി. ന്യായാധിപന്മാർ അവരുടെ വസ്ത്രങ്ങൾ ഉരിഞ്ഞു മാറ്റി പ്രഹരിക്കാൻ കൽപ്പന നൽകി. ക്രൂരമായി അവരെ അടിച്ചു. അതിനുശേഷം കാരാഗ്രഹത്തിൽ അടച്ചു. പാറാവുകാരനോട് വളരെ ശ്രദ്ധാപൂർവം അവർക്ക് കാവൽ നിൽക്കാൻ കൽപ്പന നൽകി. കാവൽക്കാരൻ കൽപ്പനയനുസരിച്ച് അവരെ കാരാഗ്രഹത്തിന്റെ ഉള്ളറയിലാക്കി കാലുകൾക്ക് ആമം വച്ചു. ബന്ധനത്തിലായി വേദന നിറഞ്ഞോ ഇരുളിൽ തനിച്ചാൽ കണ്ണുനീർ വാർന്നു. ബന്ധനത്തിലായി വേദന നിറഞ്ഞോ ഇരുളിൽ തനിച്ചാൽ കണ്ണുനീർ വാർന്നു. കഷ്ടങ്ങൾ വന്നാലും വിശ്വാസം കൈവിടാതെ, കഷ്ടങ്ങൾ വന്നാലും വിശ്വാസം കൈവിടാതെ ദൈവത്തിൽ ആശ്രയിച്ച വഴികൾ തുറന്നിടും, വഴികൾ തുറന്നിടും. സമയം അർദ്ധരാത്രിയോടടുത്തു. പൗലോസും സീലാസും കീർത്തനം പാടി ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരുന്നു. തടവുകാരെല്ലാവരും അത് കേട്ടുകൊണ്ടേയിരുന്നു. പെട്ടെന്ന് വലിയൊരു ഭൂകമ്പമുണ്ടായി. കാരാഗ്രഹത്തിന്റെ അടിത്തറ കുലുങ്ങി. എല്ലാ വാതിലുകളും തുറക്കപ്പെട്ടു. എല്ലാവരുടെയും ചങ്ങലകൾ അഴിഞ്ഞു വീണു. ഭൂമി കുലുങ്ങി, വാതിലുകൾ തുറന്നു. ബന്ധനത്തിൻ ചങ്ങല താനെ അഴിഞ്ഞു. ഭൂമി കുലുങ്ങി, വാതിലുകൾ തുറന്നു. ബന്ധനത്തിൻ ചങ്ങല താനെ അഴിഞ്ഞു. അന്ധകാരം നീങ്ങി, വെളിച്ചം പരന്നു. രക്ഷകൻ ദൂതുമായി ദൈവം ഇറങ്ങി. അതെ, ഭൂമി കുലുങ്ങി. എല്ലാ വാതിലുകളും തുറക്കപ്പെട്ടു. ഭൂമിയിലെങ്ങും വ്യാപിച്ചിരുന്ന അന്ധകാരം നീങ്ങി. വെളിച്ചം ഭൂമിയാകെ പരന്നു. കാവൽക്കാരൻ ഉണർന്നപ്പോൾ കാരാഗ്രഹ വാതിലുകൾ തുറന്നു കിടക്കുന്നത് കണ്ടു. തടവുകാരെല്ലാവരും രക്ഷപ്പെട്ടുവെന്ന് കരുതി അവൻ വാളൂരി ആത്മഹത്യ ചെയ്തു. എന്നാൽ പൗലോസ് വിളിച്ചു പറഞ്ഞു, സാഹസം കാണിക്കരുത്, ഞങ്ങൾ എല്ലാവരും ഇവിടെ തന്നെയുണ്ട്. പേടിച്ചു വിറച്ച് കാവൽക്കാരൻ പൗലോസിന്റെയും സീലാസിന്റെയും കാൽക്കൽ വീണു. അവൻ അവരെ പുറത്തേക്ക് കൂട്ടിക്കൊണ്ടുവന്ന് അവരോട് ചോദിച്ചു, യജമാനന്മാരെ, രക്ഷ പ്രാപിക്കാൻ ഞാൻ എന്തു ചെയ്യണം? അവർ പറഞ്ഞു, കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുക, നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. അവർ അവനോടും അവന്റെ വീട്ടിലുള്ളവരോടും കർത്താവിന്റെ വചനം പ്രസംഗിച്ചു. ആ രാത്രി തന്നെ കാവൽക്കാരൻ പൗലോസിന്റെയും സീലാസിന്റെയും മുറിവുകൾ വെച്ചുകെട്ടി. അപ്പോൾ തന്നെ അവനും അവന്റെ കുടുംബാംഗങ്ങളും സ്നാനം സ്വീകരിച്ചു. വിശ്വാസത്തിൻ വഴി ഹൃദയം തുറന്നു, പാപത്തിൽ
സന്തോഷം നൽകി ദൈവത്തിൻ സ്നേഹത്തിൽ കുടുംബം ചേർന്നു. പുതിയൊരു ജീവിതം സന്തോഷം നൽകി ദൈവത്തിൻ സ്നേഹത്തിൽ കുടുംബം ചേർന്നു. കാവൽക്കാരൻ പൗലോസിനെയും സീലാസിനെയും അവന്റെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. അവൻ അവർക്ക് ഭക്ഷണം വിളമ്പി. പ്രഭാതമായപ്പോൾ ന്യായാധിപന്മാർ ആ മനുഷ്യരെ വിട്ടയക്കാൻ കൽപ്പന നൽകി ഭടന്മാരെ അയച്ചു. കാവൽക്കാരൻ ഈ വിവരം പൗലോസിനെ അറിയിച്ചു. ന്യായാധിപന്മാർ നിങ്ങളെ വിട്ടയക്കാൻ കൽപ്പന നൽകി ആളയച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ നിങ്ങൾക്ക് സമാധാനത്തോടെ പോകാം. പ്രിയമുള്ളവരെ, ഈ കഥ നമ്മെ പഠിപ്പിക്കുന്നത് എന്താണ്? പ്രതിസന്ധികളിൽ തളരാതെ ദൈവത്തിൽ ആശ്രയിച്ച് ജീവിക്കുന്നവർക്ക് അവിടുന്ന് അത്ഭുതകരമായ വിടുതൽ നൽകും. ദുരാത്മാവ് ബാധിച്ച ആ പെൺകുട്ടിക്കും പൗലോസിനും സീലാസിനും അവർക്ക് കാവൽ നിന്ന പാറാവുകാരനും അവന്റെ കുടുംബാംഗങ്ങൾക്കും രക്ഷയുടെ വഴി തുറന്ന ദൈവം ഇന്നും ജീവിക്കുന്നു. അവിടുത്തെ സ്നേഹം എല്ലാ മനുഷ്യരെയും തേടിയെത്തുന്നു. അവിടുത്തെ രക്ഷയുടെ മാർഗത്തിൽ നമുക്കും പങ്കാളികളാകാം. നന്ദി. എനിക്ക് ഒത്തിരി സന്തോഷമായിട്ടുണ്ട് കേട്ടോ. എല്ലാവരും നല്ല ആത്മാർത്ഥമായിട്ട് തന്നെ ചെയ്തിട്ടുണ്ടല്ലോ. ആദ്യമേ തന്നെ ഹോംവർക്ക് ചെയ്തുകൊണ്ട് വന്ന എല്ലാവർക്കും അഭിനന്ദനങ്ങൾ. അങ്ങനെ നമ്മുടെ മത്സരത്തിൽ 1-ാം സ്ഥാനം നേടിയിരിക്കുന്നത് റോണിയും 2-ാം സ്ഥാനം നേടിയിരിക്കുന്നത് ടീനയും. 2 പേർക്കും നല്ലൊരു കയ്യടി കൊടുത്തേ. നിങ്ങൾക്ക് സമ്മാനം നൽകുന്നതിനായിട്ട് ഞാൻ കൊച്ചച്ഛനെ വിളിച്ചിട്ടുണ്ട്. കൊച്ചച്ഛൻ ഉടനെ വരൂ കേട്ടോ. ആ, ദേ കൊച്ചച്ഛൻ വന്നല്ലോ. എല്ലാരും ഉണ്ടല്ലോ. ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. എല്ലാരും ഇരിക്കേ. നിങ്ങൾ പ്രാർത്ഥനയുടെ ശക്തിയെ കുറിച്ച് മത്സരമൊക്കെ നടത്തിയെന്ന് അറിഞ്ഞല്ലോ. ആർക്കാ എന്നിട്ട് സമ്മാനം? ബോയ്സ് ഫസ്റ്റ്. ആഹാ, കെവിൻ, നീ എത്ര എണ്ണം കണ്ടുപിടിച്ചു? 5. 5? 1. അച്ഛാ, ആ ഒരെണ്ണം അവൻ റോണിയുടെ നോക്കി എഴുതിയതാ. അമ്പടാ, നീ അടുത്ത ഞായറാഴ്ച 10 എണ്ണം എഴുതി എന്നെ കാണിക്കണം. ഫസ്റ്റ് റോണി ഫ്രാൻസിസ്, അവൻ 20 എണ്ണം കണ്ടുപിടിച്ചു വന്നു കേട്ടോ. സെക്കൻഡ് ടീന തെരേസ്, 17 എണ്ണം അവള് കണ്ടുപിടിച്ചിട്ടുണ്ട്. വെരി ഗുഡ്. 2 പേരൊന്ന് എണീറ്റുന്നേ. ആദ്യമേ 2 പേർക്കും കൺഗ്രാചുലേഷൻസ്. ദൈവം അനുഗ്രഹിക്കട്ടെ. ഇനി സമ്മാനം കിട്ടിയ 2 പേരോടും അച്ഛനൊരു ചോദ്യം ചോദിക്കട്ടെ. പ്രാർത്ഥനയുടെ ശക്തിയെക്കുറിച്ച് ഇത്രയും സംഭവം നിങ്ങൾ ബൈബിളിൽ നിന്ന് കണ്ടുപിടിച്ചു. അതില് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സംഭവം ഏതാ? നല്ല കള്ളന്റെ പ്രാർത്ഥന. നല്ല കള്ളന്റെ പ്രാർത്ഥനയാ? നല്ല കള്ളൻ കുരിശ് കിടന്ന് പ്രാർത്ഥിച്ചില്ലേ ഈശോയോട്, നീ നിന്റെ രാജ്യത്ത് പ്രവേശിക്കുമ്പോൾ എന്നെ ഓർക്കണമെന്ന്. അപ്പോൾ തന്നെ ഉത്തരവും കിട്ടി, ഇന്ന് നീ എന്നോട് കൂടെ പർദീസയിലായിരിക്കുമെന്ന്. അങ്ങനെ എന്റെ പ്രാർത്ഥനയ്ക്ക് പെട്ടെന്ന് ഉത്തരം കിട്ടണമെന്ന എന്റെ ആഗ്രഹം. നീ ആള് കൊള്ളാലാ. ഇനി ടീന തെരേസിന് ഏത് സംഭവം ഏറ്റവും ഇഷ്ടപ്പെട്ടെ? അത് പിന്നെ കുഞ്ഞുങ്ങളില്ലാതിരുന്നിട്ട് സങ്കടപ്പെട്ട് ഹന്ന പള്ളിയിൽ പോയി പ്രാർത്ഥിച്ചില്ലേ, അപ്പോ ദൈവം സാമുവേലിനെ മകനായി കൊടുത്തില്ലേ, ആ സംഭവം എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. അതെന്താ അത് ഇഷ്ടപ്പെടാൻ കാരണം? എന്റെ മമ്മി പറയാ, മമ്മി അതുപോലെ കരഞ്ഞ് പ്രാർത്ഥിച്ചിട്ടാ ഞാൻ ഉണ്ടായേന്ന്. അച്ഛാ, ടീന അവളുടെ പേരൻസിനെ 15 വർഷം കഴിഞ്ഞുണ്ടായ കുഞ്ഞാട്ടോ. ഗുഡ്. പുതിയ നിയമത്തില് ഇതുപോലെ ഒത്തിരി നാള് പ്രാർത്ഥിച്ചിട്ടുണ്ടായ ഒരു കുട്ടിയുണ്ടല്ലോ. ആര് പറയും ഉത്തരം? ഒരു ക്ലൂ തരാം. ആള് നമ്മുടെ ഈശോയുടെ കസിനായിരുന്നേ. സ്നാപയോഹനാന്റെ ചരിത്രം നിങ്ങൾക്ക് അറിയാമോ?
അമൃതം ഗമയാ. സർവചരാചര ചൈതന്യമേ, നാദതാളസ്വരലയമായി നമിപ്പൂ ഞങ്ങൾ. ജോർദാൻ നദീ തീരമേ, തിരപാടും യൂദായിൻ കുളിർത്തീരമേ, കരിമിഴി പോലൊരാ തിരമിഴിച്ചേലുമായി, കരിമിഴി പോലൊരാ തിരമിഴിച്ചേലുമായി ഒഴുകി വരും തഴുകി വരും, ഒഴുകി വരും തഴുകി വരും, അഴകൊഴുകും തിരപുണരും പുണ്യ ജോർദാൻ നദീ തീരമേ, യൂദായിൻ കുളിർ തീരമേ. നദീതീരത്തായി വന്നൊരു താപസൻ തേജസ്വരൂപിയായി, പാപമാർഗങ്ങളിൽ മേയും ജനത്തിനായി മോക്ഷമാർഗങ്ങൾ തുറക്കാൻ. ആ ജനമധ്യേ വിരൽ ചൂണ്ടി നിന്നയാൾ യേശുവിൻ വഴിയൊരുക്കി. സ്നാപക യോഹന്നാൻ, ആറടിപ്പൊക്കമാണാജാനുബാഹുവാണാരെയും കൂസാത്ത ഭാവം, ഒട്ടകത്തോലിനാലൊട്ടാകെ ചുറ്റിയൊരൊറ്റയാൻ പോലവൻ ചൊല്ലി. അണലി സന്തതികളെ വിതച്ചിടും പാപസന്തതികളെ നാശം, കനിയൊന്നുമില്ലാത്ത മാമരങ്ങൾ നിങ്ങൾ മഴുവിനാൽ കടയറ്റു വീഴും. ദൈവകോപം നിശ്ചയം, കർമ്മപാപം ശിക്ഷകം, മാനസാന്തരം രക്ഷകം, ദൈവരാജ്യം മാഗതം. മാനസാന്തരം രക്ഷകം, ദൈവരാജ്യം മാഗതം. ഹേറോദിയാസിൻ കൊട്ടാരം, ധർമ്മം മരിച്ചൊരു കൊട്ടാരം, ഗർവിഷ്ഠകാരൻ ഹേറോദെ സ്വന്തം സോദര ഭാര്യയെ സ്വന്തമാക്കി, ഹേറോദ്യ കൊട്ടാര റാണിയായി. സ്നാപകൻ ശാസിച്ചു, ഹേറോദ്യ കലികൊണ്ടു, യോഹന്നാൻ രാജാവിൻ തടവിലായി.
ഇഷ്ടമൊത്തിരി ഇഷ്ടമാകവെ ഹെറോദേസിന് ആശയായി ഇഷ്ടമുള്ളത് നൽകിടാൻ യോഹന്നാന്റെ തലമതി സ്നാപകൻ തൻ ചിരസിത താലമുള്ളിൽ ധീരമായി മണ്ണിലെന്നും നിൽപ്പിതാ നിർഭയത്തിൻ സാക്ഷ്യമായി ദൈവസ്നേഹം നിശ്ചയം കർമ്മപാപം ശിക്ഷകം മാനസാന്തരം രക്ഷകം ദൈവരാജ്യം മാതരം മാനസാന്തരം രക്ഷകം ദൈവരാജ്യം മാതരം മാനസാന്തരം രക്ഷകം ദൈവരാജ്യം മാതരം. അങ്ങനെ ഫസ്റ്റും സെക്കൻഡും സമ്മാനം നേടിയ റോണിയും ടീനയും വരൂ. ടീച്ചർ നിങ്ങൾക്ക് അടിപൊളി സമ്മാനമാണല്ലോ കൊണ്ടുവന്നിരിക്കുന്നത്. സ്വന്തമായിട്ടൊരു ബൈബിളും പിന്നെ മിഠായും. അടുത്ത തവണ എല്ലാവരും ഫസ്റ്റ് മേടിക്കണം കേട്ടോ. കൊച്ചച്ച, ഞാനൊരു സംശയം ചോദിച്ചോട്ടെ? നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ദൈവം ഉത്തരം തരാത്ത സന്ദർഭങ്ങളുണ്ടോ? വളരെ നല്ലൊരു സംശയമാണ് നീ ചോദിച്ചത്. 2 സന്ദർഭങ്ങളിൽ ദൈവം നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം തന്നില്ലെന്ന് വരും. ഒന്നാമത്തേത് യാക്കോബ് ശ്ലീഹ പറയുന്നുണ്ട്, ചോദിച്ചിട്ടും നിങ്ങൾക്ക് ലഭിക്കില്ലെങ്കിൽ അത് നിങ്ങളുടെ ദുരാശകളെ തൃപ്തിപ്പെടുത്താൻ നിങ്ങൾ തിന്മയായിട്ടുള്ളവ ചോദിക്കുന്നത് കൊണ്ടാണെന്ന്. ഉദാഹരണത്തിന്, നിന്റെ കൂട്ടുകാരന് ദ്രോഹം വരാൻ വേണ്ടി നീ പ്രാർത്ഥിക്കുകയാണ്. ഈശോയെ, അവൻ തോറ്റുപോണേ, പരീക്ഷയിൽ അവൻ തോറ്റുപോണേ എന്ന് നീ പ്രാർത്ഥിച്ചാൽ അത് ദൈവം കേൾക്കില്ല. രണ്ടാമത്തേത്, ചില സംഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കേണ്ടത് അനിവാര്യമായിരിക്കും. അത് ചില സഹനങ്ങളായിരിക്കാം, ചിലപ്പോൾ രോഗമായിരിക്കാം. അങ്ങനെയുള്ളപ്പോൾ അത് മാറിപ്പോകാൻ നാം പ്രാർത്ഥിച്ചാൽ ദൈവം ഉത്തരം തരില്ല. ഒരു ഉദാഹരണം പറഞ്ഞാലേ, കുരിശിലെ ഈശോയുടെ പ്രാർത്ഥന ഒന്ന് നോക്കിയേ. ഈശോ നമുക്ക് വേണ്ടി ഏറ്റെടുത്ത സഹനങ്ങളുടെ ആധിക്യം നിമിത്തം പിതാവിൻ്റെ പരിപാലന തന്നിൽ നിന്ന് പിൻവലിക്കപ്പെട്ടു എന്നൊരു തോന്നല് ചിലപ്പോൾ ഈശോയ്ക്ക് വന്നിട്ടുണ്ടാവും. അവിടെ ഈശോ കിടന്ന് നിലവിളിക്കാണ്, എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, എന്തുകൊണ്ട് നീ എന്നെ ഉപേക്ഷിച്ചു എന്ന്. പക്ഷേ ആ നിലവിളിക്ക് ഉത്തരം കിട്ടിയില്ല. പിതാവായ ദൈവം ഈശോയെ ഉപേക്ഷിച്ചത് കൊണ്ടല്ല ഉത്തരം കിട്ടാതിരുന്നത്. അതിനുള്ള കാരണം ഈശോയുടെ സഹനവും മരണവും ഉത്ഥാനവും നമ്മൾ മനുഷ്യരുടെ പരിപൂർണമായ രക്ഷയ്ക്ക് ആവശ്യമായിരുന്നു. അതുപോലെ ചില സഹനങ്ങളും രോഗങ്ങളും പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഒക്കെ നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയായിരിക്കും, ഉപരി നന്മയ്ക്ക് വേണ്ടി. അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ നമ്മൾ അതിലൂടെ കടന്നു പോകാൻ ദൈവം അനുവദിക്കും. അതിനുശേഷം രക്ഷയും നൽകും. മനസ്സിലായോ? പ്രിയമുള്ളവരെ, പ്രാർത്ഥനയുടെ ശക്തി കണ്ടില്ലേ? അതിന് കോട്ടകളെ തകർക്കാനും കടലിനെ പിളർത്താനും ചെങ്ങലകൾ പൊട്ടിക്കാനും ശത്രുവിനെ തുരത്താനും എന്തിനേറെ മരിച്ചവനെ ഉയർപ്പിക്കാൻ വരെ കഴിവുണ്ട്. അതിനാൽ മനസ്സിൽ കുറിച്ചു വെച്ചോളൂ, പരീക്ഷയിൽ തോറ്റാലും ജോലി നഷ്ടപ്പെട്ടാലും ഏതെങ്കിലും തിന്മയിൽ പെട്ടുപോയാലും സ്നേഹിക്കുന്നവർ വേർപിരിഞ്ഞാലും പ്രകൃതി ദുരന്തങ്ങൾ എല്ലാം കവർന്നെടുത്താലും നിരാശയല്ല പരിഹാരം, മരണമല്ല ആശ്രയം, മറിച്ച് ദൈവത്തിൽ ആശ്രയിക്കാം. തീക്ഷ്ണമായി പ്രാർത്ഥിക്കാം. പ്രത്യാശയുടെ നുറുങ്ങുവെട്ടം ദൈവം നമുക്കായി തെളിക്കും, ഉറപ്പ്. കഴിഞ്ഞ തലമുറയെപ്പറ്റി ചിന്തിക്കുവിൻ. കർത്താവിനെ ആശ്രയിച്ചിട്ട് ആരാണ് ഭഗ്നാശനായത്? കർത്താവിൻ്റെ ഭക്തരിൽ ആരാണ് പരിത്യക്തനായത്? അവിടത്തെ വിളിച്ചപേക്ഷിച്ചിട്ട് ആരാണ് അവഗണിക്കപ്പെട്ടത്? ആരുമില്ല, ആരുമില്ല. പ്രാർത്ഥനയാണ് ശക്തി. ഈശോയിലാണ് എന്റെ പ്രത്യാശ.